പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേർക്കുനേറാണ്. യമുനയിലെ വിഷാംശ പരാമർശത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തെളിവ് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. മറുപടി നൽകിയില്ലെങ്കിൽ കമ്മീഷൻ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ ഡൽഹിയിലെ വസതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിലും വിവാദം കൊഴുക്കുകയാണ്. വലിയ തോതിലുള്ള വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ER രാഗേഷ് അല്പസമയത്തിനകം ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അതിനു മുൻപ് ER തന്നെ തയ്യാറാക്കിയ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. അത് തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ ആണെങ്കിലും പഞ്ചാബ് മന്ത്രിമാർ ഒന്നിറങ്ങും രാജ്യ തലസ്ഥാനത്തുണ്ട്. ഡൽഹിക്ക് പുറമെ ആം ആദ്മി ഭരണമുള്ള സംസ്ഥാനം പഞ്ചാബ് ആയത് മാത്രമല്ല ഇതിനു കാരണം. ഡൽഹിയിലേത് ആം ആദ്മി പാർട്ടിയുടെ ജീവൻ മരണ പോരാട്ടം കൂടിയായതുകൊണ്ടാണ്. ഡൽഹിയിലെ പഞ്ചാബി വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പഞ്ചാബിലെ മന്ത്രിപ്പട ഡൽഹിയിലുണ്ട്. ലക്ഷ്യം ഒന്നു മാത്രം, തുടർഭരണം ഉറപ്പിക്കൽ. മന്ത്രിമാർ മാത്രമല്ല, MLA-മാർ, MP-മാർ, പാർട്ടി കൗൺസിലർമാർ, മറ്റു നേതാക്കൾ തുടങ്ങി 300-ലധികം പേരുടെ വമ്പൻ പട. ഡൽഹി സർക്കാർ നിറവേറ്റിയ വാഗ്ദാനങ്ങളായ സൗജന്യ വൈദ്യുതിയും മൊഹല്ല ക്ലിനിക്കുകളും തൊഴിലവസരം സൃഷ്ടിച്ചതുമൊക്കെ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. ഇങ്ങനെ പഞ്ചാബ് നേതാക്കൾ ഒന്നടങ്കം ഡൽഹി കേന്ദ്രീകരിക്കാൻ കാരണമുണ്ട്. ഡൽഹി വോട്ടർമാരിൽ 22% പഞ്ചാബ് വേരുള്ളവരാണ്. ഇവരിൽ 10% പഞ്ചാബി ഖത്രികളും 5% സിഖ് വോട്ടർമാരുമാണ്. രജൌരി ഗാർഡൻ, രാജേന്ദ്ര നഗർ, തിലക് നഗർ, ജനക്പുരി, മോത്തി നഗർ, ഗ്രേറ്റർ കൈലാഷ്, കരോൾ ബാഗ് തുടങ്ങി 13 മണ്ഡലങ്ങളിൽ പഞ്ചാബി വോട്ടുകൾ ജയപരാജയം നിർണയിക്കും. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജംഗ്പുരയിലും സിഖ് വോട്ടുകൾ നിർണായകം. പ്രചാരണ യോഗങ്ങളിലെ താരങ്ങൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും രാജ്യസഭാ എംപിയും മുൻ ക്രിക്കറ്റ് താരവുമായ ഹർഭജൻ സിംഗുമാണ്. തന്റെ പതിവ് ശൈലിയിൽ തമാശ പറഞ്ഞ് ഭഗവന്ത് മാൻ വോട്ടർമാരെ കയ്യിലെടുക്കുന്നു. ये कहानी तो आप लिख चुके हैं, बस 5 तारीख को फॉर्मेलिटी बाकी है. हमारे लिए तो हमारा छोटा भाई भी है, छोटा बेटा भी है. कोई कहता हमारा बड़ा भाई है, कोई कहता बेटे की समान है. वो है अरविंद केजरीवाल. आप बेफिक्र हो जाइए. तो साहब ने पूछा किसने किया ये काम? बोले जी मनीष सिसोदिया ने. चलो उठा के जेल में फेंक दो. ये सबको डायरेक्शन कौन देता है? अरविंद केजरीवाल. संकट के समय आप लोगों ने जो जोश दिखाया और जो एकता दिखाई, പഞ്ചാബിലുള്ളവർ കുടുംബാംഗങ്ങൾ എന്നായിരുന്നു തിലക് നഗറിലെ ആം ആദ്മി സ്ഥാനാർത്ഥി ജർനൈൽ സിംഗിന്റെ പ്രതികരണം. काम किया तो मैं वोट दूं, अगर हमने गवर्नमेंट स्कूल अच्छे बनाए तो मैं वोट दूं, अगर हमने हेल्थ केयर सिस्टम स्ट्रॉन्ग किया तो मैं वोट दूं, हमने बिजली के बिलों से आपको राहत दी है तो मैं वोट दूं. हम इकलौती पार्टी है, वी आर द सिंगल पार्टी जो काम के दम पर वोट मांगती है. वी आर फैमिली. जब पंजाब में इलेक्शन होता है तो आम आदमी पार्टी, दिल्ली वाले भी वहाँ जाते हैं और हर पार्टी के हर स्टेट से लोग आते हैं. तो ये तो परिवार है. जब परिवार में कोई प्रोग्राम होता है तो आपस में इधर उधर रिलेटिव आते जाते हैं. പഞ്ചാബിൽ നിന്നുള്ള നേതാക്കളെ ഇറക്കി ആം ആദ്മി വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്ത് മോശം ഭരണമാണെന്നാരോപിച്ച് BJP-യും പ്രചാരണ രംഗത്തുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിൽ കറങ്ങി നടക്കുകയാണെന്നും ഇത് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമുള്ള BJP നേതാവ് പർവേഷ് വർമ്മയുടെ പരാമർശവും വിവാദമായിട്ടുണ്ട്. ഡൽഹി ജനസംഖ്യയിൽ 20%-ലധികം പഞ്ചാബി വോട്ടർമാരാണ്. ഇതിൽ 13 മണ്ഡലങ്ങൾ അതിനിർണായകം. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബി വോട്ടർമാരെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ശക്തമാക്കുന്നത്. ജംഗ്പുരയിൽ നിന്നും ക്യാമറമാൻ KP ദിനേശിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. ER രാഗേഷ് ഉണ്ട് അവിടെ ഡൽഹിയിൽ. രാഗേഷ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഏറ്റവും പ്രധാന വിഷയം യമുനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആര് ഇതിൽ വിഷം കലക്കി എന്നുള്ള ചർച്ചകൾ അവിടെ പുരോഗമിക്കുകയാണ്. ഏതായാലും അതിൽ അരവിന്ദ് കെജ്രിവാൾ അല്പം പുറകോട്ടാണോ? കാരണം തെളിവുകൾ നിശ്ചയിക്കുമ്പോൾ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനിടയിൽ ശക്തമായ നടപടിയില്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കെജ്രിവാളിന്റെ നീക്കം എന്താണ്? ഈ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അദ്ദേഹം?
രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം ഇപ്പോൾ അത് നേരത്തെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പോരാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും കൂടി അതിൽ കക്ഷി ചേരുകയാണ്. ഇന്നലെ കടുത്ത ഭാഷയിലാണ് കമ്മീഷനെ കേജ്രിവാൾ വിമർശിച്ചത്. കാരണം കഴിഞ്ഞ ദിവസമാണ് കേജ്രിവാൾ മറുപടി നൽകിയത്. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, പൊതുജന താല്പര്യം കണക്കിലെടുത്താണ് പരാമർശം നടത്തിയത്, അതിൽ തെറ്റില്ല എന്നായിരുന്നു കേജ്രിവാൾ പറഞ്ഞത്. പക്ഷേ കമ്മീഷൻ പറഞ്ഞത് ജലത്തിൽ അമോണിയത്തിന്റെ അളവ് കൂടുതലാണെന്നതും വിഷാംശ പരാമർശവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട, എവിടെയാണ് വിഷാംശം കണ്ടെത്തിയത്, ഏത് ഉദ്യോഗസ്ഥരാണ്, യമുനയുടെ ഏത് ഭാഗത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തെളിവ് സഹിതം ഹാജരാക്കണം. ഇന്ന് 11 മണിക്ക് മുമ്പ് ഹാജരാക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കേജ്രിവാൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, അദ്ദേഹം വിരമിച്ച ശേഷം ഒരു പദവി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് കേജ്രിവാളിന്റെ ആരോപണം. ഒപ്പം കേജ്രിവാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ഒരുപക്ഷെ അതിലേക്കും കടന്നേക്കും കമ്മീഷൻ എന്നും കേജ്രിവാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെ കേജ്രിവാൾ ആവർത്തിക്കുകയാണ്. ഏതായാലും യമുന വിഷയം, യമുന മലിനീകരണം അടക്കമുള്ള വിഷയം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ അവരുടെ വാഗ്ദാനം നിറവേറ്റിയില്ലെന്ന് BJPയും ഒപ്പം തന്നെ കോൺഗ്രസും ആയുധമാക്കുന്ന ഘട്ടത്തിലാണ് ഹരിയാനയിൽ നിന്ന് വിഷാംശം കലർന്ന വെള്ളം ഇങ്ങോട്ട് ഒഴുക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേജ്രിവാൾ രംഗത്ത് വരുന്നത്. അങ്ങനെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ യമുനയിലെ വിഷാംശം, ഒപ്പം തന്നെ കേജ്രിവാളിന്റെ പരാമർശം തുടങ്ങിയൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പഞ്ചാബ് സർക്കാർ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള തർക്കം കൂടുതൽ മോശമാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഡൽഹിയിലുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് പഞ്ചാബ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കപൂർത്തല ഹൗസിലാണ്. ഇവിടെ വൈകിട്ട് 4:15 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡ് എത്തി പണം വിതരണം ചെയ്യുന്നുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ക്വാഡ് എത്തിയത്. പക്ഷേ ഈ സ്ക്വാഡിനെ കടത്തിവിടാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തയ്യാറായില്ല. തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂറിലധികം അവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. തുടർന്നാണ് അവിടെ റെയ്ഡ് നടത്തിയത്. അപ്പോൾ അത് എന്താണ്, മുഖ്യമന്ത്രി അടക്കം താമസിക്കുന്ന സ്ഥലത്തേക്ക് കമ്മീഷൻ ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദ്യവുമായി ഇപ്പോൾ കേജ്രിവാൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഡൽഹി അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയ പോരുമുറുകയാണ്. ഒപ്പം തന്നെ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും രംഗത്ത് വരികയാണ്. ഇതൊഴികെ ഇത് കൂടാതെ മറ്റെന്തൊക്കെയാണ് ഈ പ്രചരണ കാലത്തുടനീളം ഡൽഹിയിൽ ചർച്ചയായത്? കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് സംസാരിക്കുമ്പോഴും അവരുമൊക്കെ വലിയ ആത്മവിശ്വാസം, ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന ആൾ പോലും അദ്ദേഹം 3ാം സ്ഥാനത്ത് പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ കോൺഗ്രസും ഒരു പഴയ പ്രതാപത്തിൽ പ്രചരണ രംഗത്ത് കാര്യമായി ഉണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായ, മറ്റു പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടായ ഒരു മുന്നേറ്റം, അത് കോൺഗ്രസിനെ കുറച്ചുകൂടി ഇവിടെ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ടോ? കോൺഗ്രസ് പ്രചാരണ രംഗത്ത് ശക്തമാണ് രഞ്ജിത്ത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിക്ക് പുറമെ കോൺഗ്രസിനും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒറ്റ MLA-മാരെ പോലും വിജയിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകളിൽ ജയിക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് BJPയെ പോലെ തന്നെ കടുത്ത വിമർശനം പല വിഷയങ്ങളിലും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യ കക്ഷിയാണെങ്കിൽ പോലും വലിയ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇന്ത്യ സഖ്യമൊക്കെ ദേശീയ തലത്തിൽ മാത്രമാണുള്ളത്, സംസ്ഥാന തലത്തിൽ അത്തരമൊരു സഖ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. മാത്രവുമല്ല ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികളൊക്കെ തന്നെ ഡൽഹിയിലെത്തുമ്പോൾ അവർ സമാജ്വാദി പാർട്ടി ആകട്ടെ, ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, അവരെല്ലാവരും തന്നെ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. കാരണം കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളൊന്നും തന്നെ പ്രചാരണത്തിന് വന്നിട്ടില്ല. ഇന്നലെ അഖിലേഷ് യാദവാണ് റോഡ് ഷോ നടത്തിയത് ആം ആദ്മി പാർട്ടിക്കായി. ഒപ്പം തന്നെ മനീഷ് സിസോദിക്കായും MP, സമാജ്വാദി പാർട്ടിയുടെ MP ആണ് ജംഗ്പുരയിൽ പ്രചാരണം നടത്തിയത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇറക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഡൽഹിയിലുണ്ട്. ഏതായാലും പരമാവധി സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. കാരണം 15 വർഷം സംസ്ഥാനം ഭരിച്ചാണ്, ഡൽഹി ഭരിച്ചതാണ് കോൺഗ്രസ്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അതല്ല സാഹചര്യം. പരിതാപകരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അതിൽ നിന്ന് കയറി വരാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. BJP ആകട്ടെ, BJPക്ക് 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പല സംസ്ഥാനങ്ങളിലും അവർ അധികാരം പിടിച്ചു. ചില സംസ്ഥാനങ്ങളിൽ ആദ്യമായി അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പോൾ പോലും ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ഏതായാലും BJPയും നടത്തുന്നു. പ്രചാരണ രംഗത്ത് BJPയും ശക്തമായി തന്നെയുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? കാര്യമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ കാര്യമായ തണുപ്പുണ്ട്. ഡൽഹിയെയും തണുപ്പ് പിടികൂടിയിട്ടുണ്ടോ?
രഞ്ജിത്ത് തണുപ്പുണ്ട്, പക്ഷേ പകൽ സമയങ്ങളിലൊന്നും തന്നെ കാര്യമായ തണുപ്പില്ല. പ്രത്യേകിച്ച് രാവിലെ നല്ല തണുപ്പുണ്ട്, മൂടൽ മഞ്ഞൊക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. രാത്രിയും സമാനമായ കാര്യം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ജനുവരിയുടെ ആദ്യ വാരമൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ തണുപ്പ് കുറയുന്ന കാലഘട്ടമാണ്. കാരണം ഫെബ്രുവരി മാസത്തോടു കൂടി ഡൽഹിയിൽ തണുപ്പ് സ്വാഭാവികമായും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേതായാലും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ രാവിലെയൊക്കെ മൂടൽമഞ്ഞ് പ്രകടമാണ്, രാവിലെയൊക്കെ തണുപ്പുണ്ട്. പക്ഷെ പകൽ സമയങ്ങളിൽ ഏതായാലും കാര്യമായ തണുപ്പ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നില്ല. ഏതായാലും അങ്ങനെയാണ് സാഹചര്യം. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമായി തന്നെയുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ രാവിലെയും വൈകിട്ടും അത്യാവശ്യം തണുപ്പും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്.